തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് സ്തുതി. അവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. തല ഉയർത്തി ദൈവത്തിന്റെ മഹത്വം ദർശിച്ച അനേക വ്യക്തികളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നു. നമ്മുടെ ആദ്യപിതാക്കന്മാരെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് മുതലായവർ അവരിൽ പ്രധാനികളാണ്. ഒന്നാമതായി ദൈവത്തിന്റെ വാഗ്ദത്തം കാണുവാൻ നാം തല ഉയർത്തി നോക്കണം. ഉൽപ്പത്തി പുസ്തകം 13-14-15 വാക്യങ്ങളിൽ യഹോവ അബ്രഹാമിനോട്, നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ലോകത്ത് നീരോട്ടമുള്ള സ്ഥലമൊക്കെ തിരഞ്ഞെടുത്തതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന വിഷാദഭാവത്തോടെ അബ്രഹാം തലകുനിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ വിഷാദഭാവം ഉണ്ടാകാറില്ലേ? ഭയപ്പെടേണ്ട, നമുക്കായി കരുതുന്ന ഒരു ദൈവം ഉണ്ട്. രണ്ടാമതായി വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കാണുവാൻ തല ഉയർത്തി നോക്കണം. അപ്പോസ്തല പ്രവൃത്തി 7-2-3 വാക്യങ്ങളിൽ നമ്മുടെ പിതാവായ അബ്രഹാം ആരാനിൽ വന്നു പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി, നിന്റെ ദേശത്തെ നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. പഴയതിനെ വിട്ട് ഉയരത്തിലേക്ക് തല ഉയർത്തുന്നവന് തേജോമയനായ ദൈവത്തെ കാണുവാൻ സാധിക്കും. മൂന്നാമതായി വാഗ്ദത്ത സന്തതിയെ കാണുവാൻ തല ഉയർത്തണം. ഉൽപ്പത്തി പുസ്തകം 15-5-6 വാക്യങ്ങളിൽ പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്ന നല്ല ദൈവഭയമുള്ള സന്തതി ഉണ്ടാകണമെങ്കിൽ വിശ്വാസ കണ്ണാലെ ഉയരത്തിൽ ഉള്ളവനിൽ ആശ്രയം വയ്ക്കണം. ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായ ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന് 121 സങ്കീർത്തനം 1 വാക്യത്തിൽ കാണാം. 100-ാം വയസ്സിൽ അബ്രഹാമിന് വാഗ്ദത്ത സന്തതിയെ ലഭിച്ചതായി വായിക്കുന്നു. നാലാമതായി വാഗ്ദത്ത സന്തതിക്കു വേണ്ടി ചെയ്തത് കാണാൻ തല ഉയർത്തി നോക്കണം. ഉൽപ്പത്തി പുസ്തകം 22-13 അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്തൊരു ആട്ടുകൊറ്റൻ കൊമ്പുകാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു, തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. തലമുറകൾക്കായി കരുതുന്ന ഒരു ദൈവത്തെ നമുക്ക് ഇവിടെ കാണാം. 5 ഇസ്ഹാക്ക് തലപൊക്കി നോക്കി റബേക്കയെ കണ്ടതായി ഉൽപ്പത്തി പുസ്തകം 24-63 വായിക്കുന്നു. അപ്പന്റെ ദൈവത്തെ കണ്ട മകൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ മണവാട്ടിയെ കാണാൻ സാധിച്ചു. 6-ാമതായി പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം 33-1 യാക്കോബ് തലപൊക്കി നോക്കി ഏശാവു അവനോടുകൂടെ 400 ആളുകളും വരുന്നത് കണ്ടു. യബോക്ക് നദീതീരത്ത് ദൈവദൂതനോട് മല്ലുകെട്ടി അനുഗ്രഹം പ്രാപിച്ച യാക്കോബിന്റെ മുമ്പിൽ പ്രതിയോഗിയായി വന്ന യേശാവിനെ സ്നേഹസമ്പന്നനായി മാറ്റുന്ന ദൈവത്തെ കാണാം. 7 നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം. യോശുവ 5-13 4-ാം തലമുറക്കാരനായ യോശുവ എരോഹുവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി ഒരു ആൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നു കണ്ടു. യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവരെ വഴി നടത്തിയതായി കാണാം. നമ്മുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നമ്മളെ ജയാളിയായി നടത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അവനിൽ ആശ്രയം വയ്ക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.